ഗൈസ്, അപ്പോൾ ഏസർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കളിയാൻ പോണേ ടിൻസ് ഗൈസ്. സോ ഈ ഗെയിം മിക്കവാറുള്ള എല്ലാവർക്കും അറിയായിരിക്കും. സോ ഇതിനകത്ത് നമ്മുടെ ഗ്രാനിയും ഗ്രാൻഡ് പേയും പിന്നെ ബോബ് ബക്ക് എന്ന് പറഞ്ഞ രണ്ട് ചങ്ങായിമാരുണ്ട്. ഈ ഗെയിം ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം അല്ല, ഒരു വട്ടം കണ്ട് 2-3 വട്ടം എനിക്കറിയത്തില്ല, ഒരു വട്ടം കണ്ട് ഞാൻ എസ്കേപ്പ് ആയിട്ടുണ്ട്. അത് കുറേ നാൾക്ക് മുമ്പെങ്ങാണ്ടാണ്, എനിക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ വർഷം കണ്ടാന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഗൈസ്. നമ്മൾ നൈസായിട്ട് ഇവന്മാരുടെ വീട്ടിൽ കയറി വന്നിട്ടുണ്ട് ഗൈസ്. ഇവന്മാർ രണ്ട് കള്ളന്മാരുണ്ട് ഗൈസ്. ഈ കള്ളന്മാരുടെ വീട്ടിലെങ്ങനെ ഗ്രാനു, അയ്യോ ഗൈസ് ബോബ്, അയ്യോ അപ്പൂപ്പൻ, എവിടെ പറയാൻ സമയക്കൂടെ ഇൻട്രോ, ഇയാൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? എൻ്റെ അമ്മ ഓടിക്കോടാ പ്രേമ. അതായത് ഗൈസ് ഇവന്മാരുടെ വീട്ടിലെങ്ങനെ ഗ്രാനി ഗ്രാൻഡ് വന്നതെന്ന് എനിക്കറിയത്തില്ല. അതിന് നമ്മൾ നോക്കണ്ട ഗൈസ്, നമ്മളെങ്ങനെയെങ്കിലും എസ്കേപ്പ് പോകും ഗൈസ്. ചിലപ്പോൾ ഈ ഡേ 1 എസ്കേപ്പ് പോകുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. മാക്സിമം ശ്രമിക്കാൻ എനിക്ക് തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 4 പേരുണ്ടല്ലോ ഗൈസ്. ഓക്കെ, നൈസായിട്ട് നമുക്ക് പോവാം ഗൈസ്. നമുക്കൊരു ഡൈനാമൈറ്റ് കിട്ടി. അവിടെ ഗൈസ് ഇവിടെ സിലിണ്ടറിയുടെ മാസ്ക് ഉണ്ട്, അത് പൊളിച്ച് 4432 അയ്യോ 4432 ഗൈസ് കോഡ്. ഇപ്പം നമ്മൾ ഇവിടെ വന്ന് അടിക്കാം ഗൈസ്. ഓക്കെ, അയ്യോ 4432 കിട്ടി ഗൈസ് സാധനം. സോ നമ്മൾ നൈസായിട്ട് കണ്ട് അപ്പൂപ്പൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ അടുത്ത് വന്നില്ല, നമ്മുടെ ഈ ബട്ടൺ വെക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അപ്പൂപ്പന് നമ്മുടെ അടുത്തോട്ട് വന്നതാണ് ഗൈസ്. നമുക്ക് നൈസായിട്ട് ഈ ബട്ടൺ ഇവിടെ വെക്കാം. ആരും നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമുക്ക് നൈസായിട്ടില്ല, ഇനിയും മണ്ടക്കോട്ട് പോകാം. അതിന് മുമ്പ് ഗൈസ് നമുക്ക് ഇവിടുത്തെ ഒരു റൂമുണ്ട്, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അതാ ഗൈസ്, ഇവിടെ റിവോൾവറിൻ്റെ പാർട്ടാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അപ്പുറത്ത് റൂമുണ്ട്, അവിടെ കയറി നോക്കാം. ഓ ഗൈസ് ഇവിടെ കോഡുണ്ട് ഗൈസ്. നമുക്ക് ഈ ഡോറ് നിറയ്ക്കാം. ഇത് മറ്റേ ഗൈസ് ബ്ലൂ കീ കിട്ടി ഗൈസ്. ഇത് നമ്മുടെ മറ്റേ എസ്കേപ്പിരുന്ന്, എന്തോ എസ്കേപ്പിൻ്റെ പേരെന്നെ മറന്നുപോയി. നമ്മുടെ റൂഫ് എസ്കേപ്പിൻ്റെ ആണ് ഗൈസ് ഈ ബ്ലൂ കീ ഗൈസ്. നമ്മൾ മണ്ടയ്ക്ക് വന്ന കോഡ് അടിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഹാൻഡ് വീൽ, അയ്യോ സെൻറ്റർ മാസ്ക് എടുക്കാം. ഗൈസ് നമുക്ക് ഹാൻഡ് വീൽ കിട്ടിയിട്ടുണ്ട്. ബട്ട് നമുക്ക് ഹാൻഡ് വീൽ എടുക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കളയണം. നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം, ഈ ബ്ലൂ കീ എടുത്ത് ഇങ്ങോട്ടിടാം ഗൈസ്. നൈസായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് പോയിട്ട് ഹാൻഡ് വീൽ എടുക്കാം ഗൈസ്. ഈ ഹാൻഡ് വീൽ വെച്ചാണ് നമുക്ക് കോയിൻ കിട്ടുന്നത്. കോയിൻ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്ക് 3 സാധനങ്ങൾ വേണം ഇതിനകത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ. 3 സാധനവും പിന്നെ എസ്കേപ്പ് ആവാനുള്ള 2 ഐറ്റം. 3 സാധനം എന്താ വെച്ചാൽ ഇവന്മാർ കട്ടോണ്ട് വന്ന് 2 സാധനമാണ് ഗൈസ്, അല്ല 3 സാധനമാണ് ഗൈസ്. ഏതോ എടുത്തൊന്നും കട്ടോണ്ട് വന്നാണ്. നമ്മളൊരു കള്ളനാണ് ഗൈസ്, നമ്മളൊരു കള്ളനാണ്. ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കുമ്പം ഒരാൾ വന്ന് നമ്മളോട് പറഞ്ഞാണ് ഗൈസ്, ഈ പോലീസുകാർ പറഞ്ഞാണ് ഇങ്ങനെ എടുത്തോണ്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വീടാന്ന്. അപ്പോൾ നമ്മൾ ചാടിത്തുള്ളി ഉമ്മാരുടെ കോട്ടയിലോട്ട് വന്ന് ഉമ്മാർ മിക്കവാറും നമ്മളെ പഞ്ഞിക്കിടും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ നൈസായിട്ട് ഇവിടെ ഹാൻഡ് വീൽ എടുത്ത് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, നൈസായിട്ട് നമുക്ക് പോയിട്ടാണെങ്കിൽ ഗൈസ് നമ്മൾ അവിടുത്തെ പ്രാങ്ക് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് നൈസായിട്ട് പോയിട്ടാണെങ്കിൽ നമ്മുടെ ഡൈനാമൈറ്റ് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ ജീവിയുടെ എടുത്ത് പോകും ഗൈസ്. മറ്റേ ജീവി ഉണ്ടല്ലേ, താഴെ ഒരു ബക്ക ജീവി ഉണ്ട് ഗൈസ്. ഈ ഒരു ബക്കിൻ്റെ എന്തോ ബന്ധുവാന്ന് തോന്നുന്നു ഗൈസ്, ബക്ക ഗൈസ്. നമുക്കതിൽ ആ ജീവിൻ്റെ അടുത്തോട്ട് പോവാം. നേരെ പോവാം. അതെ ഗൈസ്, ഈ ലിഫ്റ്റ് പോയ സാധനമാണെങ്കിൽ താഴെ വരുന്നുമില്ല. ഒന്ന് പെട്ടെന്ന് വന്നായിരുന്നേലും എനിക്ക് എസ്കേപ്പ് ആയിരുന്നു പ്ലീസ് ഗൈസ്. നമുക്ക് ചാടത്തുള്ളി പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ മരുന്നടിച്ച് താഴെ വീണ് നമ്മൾ ചത്തുപോകും ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ സമ്മതിക്കത്തില്ല ഗൈസ്. നമ്മുടെ ഡൈനാമൈറ്റ് ഉണ്ടായതുകൊണ്ട് ഓൻ്റെ മുട്ടിൽ തന്നെ നമുക്ക് ഇട്ട് പൊട്ടിക്കാം. ഇറങ്ങി വാടോ, അപ്പം തരാം. അതാ ഗൈസ്, ആ ജീവി ഓടി വരുന്നുണ്ട് ഗൈസ്. ഓൻ്റെ മൂട്ടിലോട്ട് തന്നെ പോകുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചാവും. 3, 2, 1 ബൈ ദ ബൈ. ഓക്കെ ഗൈസ്, ആ ജീവി ബൈസൈക്കിൾ അടിച്ച് താഴെ വീണ് കാലടിഞ്ഞ് ചത്തുപോയി ഗൈസ്. കൊണ്ടോട്ട് പോകാം ഗൈസ്. അതാ ഗൈസ്, ഇവിടുന്ന് നമുക്ക് പമ്പ് ഹാൻഡിലും കളൊക്കെ കിട്ടി. ഇത് നമുക്കൊരു ബോക്സ് ചവിട്ടി പിടിക്കാനുള്ളതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നേരെ പോവാം. ഈ കുന്തറാണ്ട പറഞ്ഞ തേമേ അത് ഗൈസ്, നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ ബോബേശ്വരനെയും ബക്കേശ്വരനെയും എല്ലാവരും കണി കണ്ട് ഗൈസ്. നമുക്കെന്തായാലും നൈസായിട്ട് മണ്ടക്കോട്ട് കയറാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും അതാ ഗൈസ് അപ്പൂപ്പൻ അടുത്തത്. നമുക്ക് നൈസായിട്ട് ഇവിടെ പമ്പ് ഹാൻഡിൽ വെക്കാം ഗൈസ്. അപ്പൂപ്പൻ കണ്ട ഒരു വിഷയമില്ല ഗൈസ്. നമുക്ക് എന്തായാലും നൈസായിട്ട് ഹോൾഡ് ചെയ്യാം. അപ്പൂപ്പൻ കൊണ്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൂപ്പൻ നമ്മൾ നൈസായിട്ട് അപ്പൂപ്പനെ വട്ടം കറക്കിയായിരുന്നു ഗൈസ്, അതാണ് സംഭവം. അതാ ഗൈസ് ബോബേശ്വരൻ കണ്ട, എടാ ബോബേശ്വര, അയ്യോ ബോബേശ്വരൻ കണ്ട് ഗൈസ്. ഓടിക്കോടാ പ്രേമ. അതായത് നേരം മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊന്നൊരു നൈസായിട്ട് സ്വിച്ച് ബോർഡിലേക്ക് എടുത്ത് ഇവിടെ വെക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വെച്ചിട്ടുണ്ട്. നൈസായിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ ഡയമണ്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഡയമണ്ടും ഗോൾഡ് കോയിനും സെറ്റായി. നമുക്ക് സ്ക്രൂ ഡ്രൈവറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും സെറ്റായിട്ട് നമുക്ക് വീട്ടിൽ പോകാം ഗൈസ്.
ഓ സമാധാനം. നമുക്കതിന് ഡയമണ്ട് ഇങ്ങോട്ട് ഇട്ടേക്കാം. നമുക്ക് തരപ്പോ അത് ഗൈസ് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് പോയിട്ട് നമ്മുടെ കറണ്ട് ഒന്ന് കട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, അതിന് മുമ്പ് നമ്മുടെ പ്ലാങ്ക് നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ പ്ലാങ്ക് എടുത്തിട്ടുണ്ട്. നൈസായിട്ട് പോയി കറണ്ട് ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, നൈസായിട്ട് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ നൈസായിട്ട് പോയിട്ട് ഇങ്ങനെ കറണ്ട് ഒന്ന് കട്ട് ചെയ്ത്. ഓ ഗൈസ്, ഇവിടെ മറ്റേ അയൺകോക്ക് ഉണ്ട് ഗൈസ്. ഈ അയൺകോക്ക് നമുക്ക് നല്ല അത്യാവശ്യമാണ്. നമുക്ക് എന്നിട്ട് നൈസായിട്ട് ഒന്ന് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്രോബാറിൻ്റെ ആവശ്യമില്ല ഗൈസ്. നമുക്ക് നേരെ മണ്ടയ്ക്ക് ഇതിലുണ്ട്. ഓക്കെ, നൈസായിട്ട് നമ്മുടെ ഗൈസ് നമുക്ക് കാര്യം ചെയ്യാം. ഓക്കെ, നൈസായിട്ട് ഇവിടെ ആരും ഇല്ല. അതാ ഗൈസ്, നമുക്കിപ്പോൾ വെക്കണോ? അയൺകോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആരും കണ്ടില്ല. ഇല്ല, അതാ ഗൈസ്, ബോബേശ്വരം കണ്ടല്ല, ബക്കേശ്വരം കണ്ട്. അയ്യോ ഗൈസ്, ബക്കേശ്വരം കണ്ടിട്ടാണെങ്കിൽ എൻ്റെ പുറകെ വരുന്നുണ്ട്. ഇനി മറ്റേൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഗ്രാനിയും മറ്റേ ബോബേശ്വരനും കൂടെ വരുന്നുണ്ട്. ഓ തേങ്ങ ഗൈസ്, നമുക്ക് എന്ത് ചെയ്യണം ഇനിയിപ്പം? ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് എന്തെങ്കിലും നൈസായിട്ടില്ലേ ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കാം. എന്നിട്ട് നൈസായിട്ട് താഴെ പോവാം ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അത് ഗൈസ്, നമുക്ക് നൈസായിട്ട് താഴോട്ട് ചാടാം. ഓക്കെ, എൻ്റെ അമ്മോ, അയ്യോ ചത്തി അത്തി 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 അത്ത് ബോബേശ്വരം വന്നു. ബോബേശ്വരം അടിക്കില്ല. അയ്യോ എന്നെ പറപ്പിച്ചേ ദൈവമേ. പെർഫെക്റ്റ്. ഓക്കെ, എന്റെടാ സെൻട്രയുടെ മാസ്ക് പോയടാ. ഇനി എന്തോ ചെയ്യൂടാ? ഇവര് 4 പേരും കൂടെ 4 വശത്തോടെ വന്നാണ് അടിക്കുന്നത്. അപ്പൂപ്പന് ചെവി വെക്കത്തില്ല. അപ്പൂപ്പൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ആടാ അയ്യോ, നമ്മളെന്തായാലും നേരെ മാറിക്കടാ. നമുക്കതിന് നൈസായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓ ഗൈസ്, ഡൈനാമിറ്റ് കിട്ടി. ഇനി ഇങ്ങോട്ട് വരട്ടെ, എല്ലാത്തിനും പൊട്ടി ഗൈസ്. ഓ ഗൈസ്, പാവമല്ല, അവന്മാരെ പൊട്ടിക്കുന്നില്ല. എന്നാലും നൈസായിട്ട് ഇതിൽ കൂടെ പോകാം ഗൈസ്. ആരും കാണാനില്ല. ഓക്കെ, ഇവിടെ ആരും ഇല്ലല്ലോ ദൈവമേ. ഇല്ല ഗൈസ്, നമുക്കൊന്ന് നൈസായിട്ട് ഓടാം. അയ്യോ ഇല്ല ഗൈസ്, ആരോ കണ്ടെന്ന് തോന്നട്ടാ. ഓടിക്കോടാ. അയ്യോ വക്കേശ്വരൻ, ഓടിക്കോടാ. പുറകിൽ ആരോ ഉണ്ടറാ. അയ്യോ നൈസായിട്ട് ഇവിടെ കുനിഞ്ഞിരിക്കാം. അല്ല എന്ത് ചെയ്യണേ? ഓക്കെ, ആരെയും കാണാനില്ല ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയേക്കാം. ഇല്ല, അവന്മാരിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഈ ബോംബ് എറിയാൻ നോക്കാം. ശ്രമിക്കാം ഗൈസ്. അത് ഗൈസ്, രണ്ടെണ്ണം കൂടെ എൻ്റെ അയ്യോ രണ്ടെണ്ണം കൂടെ എന്താണ് ചെയ്യുന്നേ? മാറിക്കോളെ, എനിക്കൊന്ന് വെളിയിറങ്ങാൻ പറ്റിയായിരുന്നേല്. തേങ്ങ ഗൈസ്. മാതാ ഗൈസ്, രാനിയും പക്കം കണ്ട പോകുന്നുണ്ട്. നീ ബോബേശ്വരം വരൂല്ലോ തേമ്മേ. അല്ല ഗൈസ്, നമുക്ക് നൈസിട്ട് ബോംബ് എറിയാം. ഇവിടെ ഇരിക്കാം ഗൈസ്. ഇതെന്തടേ ബോബ് ചത്ത്, പക്ഷെ ഞാൻ ചത്തറാ. കള്ളത്തരം ഗൈസ്. ആ ഡൈനാമിറ്റ് വെട്ടാണെങ്കിൽ നമ്മളെ പിന്നെയും ചത്തിട്ടുണ്ട്. ഇനി നമ്മളെ ചാവൂല്ലെന്ന് തോന്നുന്നു ഗൈസ്, ദൈവത്തിനറിയാം. അതാ ഗൈസ്, നമ്മുടെ വീണ്ടും ഇവിടെ തന്നെ സ്പോണായേ. നമുക്കെന്തൊരു നൈസായിട്ട്. അതാ ഗൈസ്, നമ്മളാണെങ്കിൽ മറ്റേ കുഴി കൂടെ താഴോട്ട് ചാടിയിട്ടുണ്ട്. അതാ നമ്മൾ പമ്പരം കറങ്ങിയിട്ടാണെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എല്ലാവരെയും വിളിച്ച് വളർത്താം ഗൈസ്. അതാ ഗൈസ്, ഇവിടെ കോയിനും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, ഗോൾഡ് കോയിൻ വരട്ടെ. അതാ ഗൈസ്, ബോബേശ്വരൻ ചത്ത്. ബോബേശ്വരൻ അല്ലേ, ബക്കേശ്വരൻ നേരത്തെ. ഇനി മറ്റേമാരും ഇങ്ങോട്ട് വരട്ടെ. കാണുന്നില്ലല്ലോ ആരെയും. വെയിറ്റ് ചെയ്യാം. അതാ ഗൈസ്, രണ്ടെണ്ണം ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഒന്ന് ഉമ്മാരെന്തറ പോവാത്ത? ഒന്ന് പോയായിരുന്നേല്. തേങ്ങ, അരമണിക്കൂറാണ് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഒന്ന് കളവി ഗൈസ്. ഈ കളവയ്ക്ക് എന്തിൻ്റെ ഇതാണ്? എന്നെ ചെറുതായിട്ടൊന്ന് വിളിച്ചെന്ന് പറഞ്ഞോണ്ട്. ഓഫ്, ഒന്ന് കളവി. എന്തൊരു കഷ്ടാണിത്. കളവി കളവി ഒന്ന് അരമണിക്കൂർ കൊണ്ട് വിളിക്കുകയാണ് ഗൈസ്. ഓഫ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതാ ഗൈസ്, രണ്ടെണ്ണം അവിടെ ബോബേശ്വരൻ അവിടെ ബഗ് അടിച്ചിക്കാണ്. അതാ പോകുന്നുണ്ട്. നമുക്ക് എന്നിട്ട് നൈസായിട്ട് അവന്മാരുടെ പുറകെ പോകാം ഗൈസ്. അവന്മാരുടെ പുറകെ പോയി നമ്മുടെ സിലിണ്ടറുടെ മാസ്ക് എടുക്കാൻ പറ്റുന്നതിൽ നല്ലതായിരുന്നു തന്നെ. ഓക്കെ, നൈസായിട്ട് നമുക്ക് പോവാ. ഓക്കെ, അതാ ഗൈസ്, രണ്ടെണ്ണം തുഴഞ്ഞ് പോകുന്നുണ്ട്. അതാ അപ്പൂപ്പൻ. ഓടിക്കോടാ. അയ്യോ, അപ്പൂപ്പൻ എന്നെ പിടിക്കാൻ വരുന്നേ. ഇവിടെ അങ്ങനെ ഒളിച്ചിരിക്കട്ടെ. ഓഫ്, ഈ കണ്ട ഇല്ല എന്തറേ എല്ലാം കൂടെ എന്നെ പിടിക്കാൻ വരുന്നത്. ഞാൻ പാവാണ്, ഞാനൊരു പാവം ദരിദ്രവാസിയാണ്. എന്തറേ ഇത്? ഇതിലും ഭേദം ജയിലിൽ കിടക്കുന്നതായിരുന്നു. ഞാനറിഞ്ഞു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെന്ന്. അതാ അമ്മച്ചി. ഇവിടെ അമ്മച്ചി പിടിക്കരുത് പ്ലീസ്. ശുഭം. ഗുഡ് മോർണിംഗ് മമ്മി. ഇനി ഒരു കലക്ക് നമ്മൾ കണ്ടോ. എടുത്ത് അങ്ങോട്ട് ചാടണോ? ചാടിയേക്കാം. അയ്യോ എൻ്റെ അമ്മേ.
അതോ ഗൈസ് കളവി അങ്ങോട്ടോ ഗൈസ് പോകുന്നത് പൊട്ടത്തി. ഗൈസ് നമുക്കതിന്റെ നൈസായിട്ട് പോയിട്ട് നമ്മുടെ അയൺകോക്ക് എടുത്തിട്ടുണ്ട്. അതൊക്കെ കളവി കണ്ട് ഗൈസ്. എൻ്റെ അമ്മോ ബോബേശ്വരം കണ്ട്. അയ്യോ ബക്കേശ്വരനും എല്ലാരും ഉണ്ട്. മാറ കൂടിക്കോടാ ഗൈസ്. ബോബേശ്വരം കണ്ടില്ലെന്ന് തോന്നേ. നമുക്കതിന്റെ നൈസായിട്ട് ഓടാം ഗൈസ്. ഈ ഇവന്മാർക്ക് വേറെ പണിയില്ലേ? ആ 3 സാധനം ഇവന്മാരെ വിലപ്പെട്ട 3 സാധനമാണ് ഗൈസ്. ഞാൻ വല്ലായിരുന്നു ഈ ഡയമണ്ട് എടുത്ത് വിറ്റിട്ടാണെങ്കിൽ കാശുകാരനാണെങ്കിൽ കോടീശ്വരനായിട്ടാണെങ്കിൽ എലോൺ മസ്കിന്റെ വീട്ടിലൊക്കെ പോയനെ. ഉഫ് എന്ത് നല്ല ഗൈസ്. നമ്മൾ പിന്നെ അംബാനിയാണല്ലോ ഗൈസ്. ഓക്കെ ഇവർ 2 കയ്യിൽ സാധനം പിടിച്ചൂടെ? ഒരു കയ്യിൽ സിലിണ്ടറുടെ മാസ്ക് വെക്കണം, ഒരു കയ്യിൽ സാധനങ്ങൾ പിടിക്കണം. ഐഡിയ കൊള്ളാല്ലേ? നമുക്കത് നൈസായിട്ടില്ലേ ഇതൊന്നും അമർത്താം. ഇപ്പം ഇതിനകത്തുനിന്ന് ഹാൻഡിൽ വരുന്നു ഗൈസ്. ഇതെന്താ തുഴഞ്ഞു വരുവാണ്. ഇങ്ങോട്ട് പെട്ടെന്ന് വാ. ഓക്കെ നമുക്കത് നൈസായിട്ട് ഇനി ഇങ്ങോട്ട് വരുന്നിട്ട് നമ്മൾ അടുത്ത ഹാൻഡിൽ എടുത്തിട്ടുണ്ട്. 2 ഹാൻഡിൽ നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ഹാൻഡിൽ കിട്ടി. ഇവിടെ സ്ക്രൂ ഡ്രൈവർ ആണ് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്കങ്ങനെ സ്ക്രൂ ഡ്രൈവർ കിട്ടി. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിങ്ങനെ എസ്കേപ്പ് ആവാറായിട്ടുണ്ട്. ഓക്കെ നൈസായിട്ട് നമുക്ക് പോവാം. അതാ ഗൈസ് നമ്മൾ നൈസായിട്ട് ഇവിടെ വന്നിട്ടാണെങ്കിൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മുടെ ഇതൊന്നും അഴിക്കാം ഗൈസ്. നമ്മുടെ കറണ്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. കാരണം അവിടുത്തെ ലോക്ക് ആയിക്കാണ് ഇപ്പം കറണ്ട് വന്നുകൊണ്ട് തന്നെ. നമുക്ക് നേരെ പിന്നെയും മണ്ടക്കോട്ട് പോവാം. ഓക്കെ അത് നമ്മൾ മണ്ടക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ശബ്ദം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ അവിടെ വന്ന് നേരത്തെ പിടിച്ചിരിക്കും. അത് ഗൈസാണ്ട് ഗ്രാനി ബക്കും ഒക്കെ പോകുന്നുണ്ട്. എല്ലാം പോട്ടെ. ചാടിയാലോ? അതാ ഈ വക്ക് ചത്ത് എങ്ങനെ ഇരിക്കണം ഗൈസ്. ഇവന്മാര് പൊട്ടന്മാരായോണ്ട് തന്നെ ചത്തോളും ഗൈസ്. നമുക്ക് പേടിക്കണ്ട. നമുക്കൊരു നൈസായിട്ട് ചാടാം. ഉയ്യോ ഓഫ് ജസ്റ്റ് മിസ്. ചടിക്കോ ഓഫ്. നമുക്ക് നൈസായിട്ട് ഇവിടെ പ്ലാങ്ക് അങ്ങ് വെക്കാം. എന്നിട്ട് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുത്ത് നമ്മുടെ വീടില്ലേ സ്ക്രൂ ഡ്രൈവർ എടുത്ത് നമ്മളെ സ്വന്തം പെയിന്റിങ് കിടക്കാം ഗൈസ്. ഇതാണ് മൊണാലിസയുടെ പെയിന്റിങ്. ഇതെടുത്തോണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഓടാൻ പോണേ ഗൈസ്. എനിക്കൊന്നും വയ്യ പോലീസുകാർ കൊടുക്കാൻ ഗൈസ്. ഇതെടുത്ത് നമ്മൾ കോടീശ്വരാകാൻ പോണേ. അഴിക്കടോ. പെയിന്റിങ് കിട്ടിയിട്ടുണ്ട്. അതാ ഗൈസ് നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അതോ പോയിനും കൂടെ എടുക്കടാ. ഓടിക്കോടാ. ആരോ കണ്ട് ഗൈസ്. നമ്മൾ നൈസായിട്ട് ഇവിടെ ഒത്തിരിണ്ട്. എങ്ങനെയൊക്കെ ഡ്രിബിൾ ചെയ്താണ് ഗൈസ് എത്തിയേ ഗൈസ്. നമുക്ക് നൈസായിട്ട് സ്ക്രൂ ഡ്രൈവർ എടുക്കണം. അപ്പൂപ്പനോട് വന്ന് അയ്യോ ഗൈസ് ഓടിക്കോടാ. അതായത് നമ്മൾ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ അഴിക്കുക. എന്നിട്ടാണെങ്കിൽ നമ്മുടെ പെയിന്റിങ് എടുക്കുക. ഇതെടുത്ത് കളയടാ സിലിണ്ടർ മാസ്ക്. ഗൈസ് നമ്മുടെ ബെസ്റ്റ് ഗൈസ്. നമ്മൾ നൈസായിട്ട് ഈ ബ്ലൂ കീ എടുത്ത് തുറക്കണം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. എസ്കേപ്പ് ആകുമ്പോൾ എസ്കേപ്പ് ആയി ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ എസ്കേപ്പ് ആകുമ്പോൾ ബോബ പക്കം കണ്ട് ചാവുമായിരുന്നു ഗൈസ്. അത് കൊള്ളായിരുന്നു ഗൈസ്. 4 എണ്ണം നോക്കിയൊക്കെ നമ്മൾ എസ്കേപ്പ് ആയി. ഇത് നമ്മൾ എക്സ്ട്രീമിൽ തീർക്കണം എന്നുള്ള കമന്റ് ചെയ്ത് മതി. അതും ഇവരെ കാണാതും ഇവരെ കൊല്ലാതെയും. സോ അപ്പോൾ നമുക്കിതൊരു അടുത്തൊരു കാണാം. അപ്പം ബൈ.